ഇപ്പോൾ പിന്നെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ കൂടി ചേരുകയാണ്. അരുൺകുമാർ, ഇന്നലെ KPCC അധ്യക്ഷൻ നോട്ടീസിന്റെ പിറകിൽ ഒരു കണക്കെഴുതി കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് പോയതാണ്. പിന്നീട് കോൺഗ്രസിന്റെ ഒരൊറ്റ നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയോ മാധ്യമങ്ങളെ കാണുകയോ ചെയ്തിട്ടില്ല. വലിയ ദുരൂഹത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ പോലും നിലനിൽക്കുന്നു. പൊതുജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാർ പോലും വന്ന് ആക്ഷേപം പറഞ്ഞിട്ട് പോവുകയാണ്. അരുൺകുമാർ, തീർച്ചയായും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പായിട്ട് ചൂരൽമല മുണ്ടക്കൈയിലെ ദുരന്ത ബാധിതരുടെ ശവശരീരത്തിന്റെ കണക്കു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ പിരിച്ചിരുന്നുവെന്നും 158 കോടി രൂപയോളം ആപ്പിൽ വന്നിരുന്നുവെന്നും പല ഘട്ടത്തിലായി കോൺഗ്രസ് നേതാക്കന്മാരടക്കം വെളിപ്പെടുത്തിയ രേഖകൾ പൊതുസമൂഹത്തിലുണ്ട്. ഇന്നലെ മുതൽ പൊതുസമൂഹത്തിൽ ശരിക്കും പ്രചരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഏകദേശം 54 കോടിയിലധികം ആ ആപ്പ് വഴി പണം ശേഖരിച്ചപ്പോൾ അന്നേ ദിവസം സംഭാവന നടത്തിയ പലരുടെയും വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. ഇന്ന് ഒരു ജോയ് എന്ന UDFന്റെ സ്ഥാനാർത്ഥി, മുൻ KSUവിന്റെ പ്രസിഡന്റ്, അദ്ദേഹം പല ഘട്ടത്തിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഏകദേശം 1/2 കോടി രൂപയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല വിവരങ്ങൾ അതാത് സമയത്ത് പല നേതാക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ പിരിച്ച പണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ അത് കണക്ക് കൂട്ടിയാൽ നമുക്കറിയാം 158 കോടി എന്ന രൂപത്തിലേക്ക് എത്തുന്നതായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഇവിടെ KC വേണുഗോപാൽ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ചൂരൽമല മുണ്ടക്കൈയിലെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കും. അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാധ്യമങ്ങൾ പോയി നോക്കുക, അവിടെ കോൺഗ്രസിന്റെ വീടുപണി ആരംഭിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പല ഘട്ടത്തിലും പത്രമാധ്യമങ്ങളെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു വീടു പണിയാൻ നയാ പൈസ പോലും കോൺഗ്രസിന്റെ കയ്യിലില്ല എന്ന്. വീട് പണിയാൻ പണം അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്ന് കല്ലിട്ടൽ മാമാങ്കം നടത്തിയത്? കല്ലിട്ടതിന് ശേഷം ഒരു വീടിന്റെ പെർമിറ്റിന് പോലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായി കോൺഗ്രസ് നേതാക്കന്മാർ അതമ്പതിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി പ്രളയം വരും, വെള്ളപ്പൊക്കം വരും, വരൾച്ച വരും, ആ സമയത്ത് ഞങ്ങൾ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. പ്രളയകാലത്ത് 1000 വീടുകൾ നിർമ്മിക്കും എന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ പിരിച്ചു. പിന്നീട് ആ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞു 1000 നിർമ്മിക്കാൻ പറ്റിയില്ലെങ്കിലും 500 വീട് എന്ന്. അവസാനം ഒരു വീട് പോലും പ്രളയത്തിന്റെ പേരിൽ നിർമ്മിച്ചു കൊടുത്തതായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിലില്ല. അപ്പോൾ എല്ലാ ദുരന്തങ്ങളെയും തട്ടിപ്പ് നടത്തുവാനും കോടികൾ ലാഭമുണ്ടാക്കുവാനും അത് വകമാറ്റി ചെലവഴിക്കുവാനുമുള്ള അവസരമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതൃകാപരമായി പ്രവർത്തിച്ച സംഘടനകളെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇപ്പൊ UDFൽ തന്നെ രണ്ടാമത്തെ ഘടകകക്ഷി പിരിച്ച പണത്തിന്റെ ഒരു 1/8 പോലും പിരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടിയുടെ ഒരു അധംപതനം നമ്മൾ കാണുന്നു. ഈ പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ DYFI കേരളത്തിൽ കൂലിപ്പണി എടുത്തും തട്ടുകട നടത്തിയും ബിരിയാണി ചലഞ്ച് നടത്തിയും തടി ചുവക്കുമെല്ലാം കാശ് ചെയ്ത അല്ലെങ്കിൽ കൂലിയായി വാങ്ങിയ പണം അത് 20 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ 4/1 പോലും കോൺഗ്രസിന് പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര ദയനീയ സാഹചര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ കോൺഗ്രസ് പിരിക്കാത്തത് കൊണ്ടല്ല, ആപ്പ് വഴി പണം ശേഖരിക്കാത്തത് കൊണ്ടല്ല, കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി ഉള്ള പണം മുഴുവൻ അവർ ദുരുപയോഗം ചെയ്തു, അവർ തട്ടിയെടുത്തു എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇതിന് കോൺഗ്രസ് എത്ര നേതാക്കന്മാർ മൗനം പാലിച്ചാലും പത്രമാധ്യമങ്ങളിൽ നിന്ന് അകന്നാലും ജനങ്ങളുടെ ചോദ്യത്തിന് ജനങ്ങളുടെ കോടതിയിൽ മറുപടി പറഞ്ഞേ പറ്റൂ. നന്ദി ശ്രീ അരുൺകുമാർ.